ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ കുറേ വ്ളോഗായില്ല ഇടുന്നത്. അപ്പം ഇന്ന് ഒരു ഉസ്താമാരെ ചിലവാണ്. അപ്പം നിങ്ങളെ നാട്ടിലേക്ക് എന്താണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിലേക്ക് അങ്ങനെയാണ് പറയുക. എന്താണെന്ന് വെച്ചാൽ ഉസ്താമാർക്ക് ഒരു ദിവസം ഫുഡ് കൊടുക്കുക. ഞങ്ങൾക്ക് ഒരു കൊല്ലത്തിലൊരു വട്ടമൊക്കെ ഉണ്ടാവുള്ളൂ. ആണ് എന്തൊക്കെയോ ഫുഡൊക്കെ ഉണ്ടാക്കണം. പക്ഷേ ഫുഡ് ഉണ്ടാക്കുന്നൊന്നും ഞാൻ വിട്ടില്ല. ഞാനൊരു രാവിലെ മുതൽ ഒരു ഉച്ച 1 മണി വരെ 12 മണി വരെ 12:30 വരെയൊക്കെ എടുത്തിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മയില്ല. ഞാൻ മൊത്തം എടുക്കണം വിചാരിച്ചു. പിന്നെ ഓരോ തിരക്കിലായിപ്പോയി, ഉറങ്ങിപ്പോയി. അങ്ങനെ കുറേ ഇതുണ്ട്. അങ്ങനെ രാവിലെ മദ്രസൊക്കെ വിട്ടു വന്ന് നേരെ ദോശ ഉണ്ടാക്കാൻ പോയി. അങ്ങനെ ദോശ ഉണ്ടാക്കിയതിന് എന്താ പറയുക, ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ അപ്പുറത്തേൽ. അപ്പം നിങ്ങളെല്ലാവരും ഇതുവരെയായിട്ടും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ഗൾഫിൽ നിന്നൊക്കെ ഞാൻ കുറേ ദോശ ചുട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് വയ്യാണ്ടാവുമ്പോഴും എൻ്റെ അനിയനക്ക് വേണ്ടിയിട്ടൊക്കെ ദോശ ചുട്ടപ്പോൾ ഒന്നും നന്നായില്ല. അപ്പം ഇവിടെ വന്നേരം ഉമ്മച്ചി അങ്ങനെയാണ് നല്ലോണം ഇതായിട്ടൊക്കെ മറിച്ചിടാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ നന്നായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ സ്ഥിരം കുറച്ച് ദിവസം ദോശയൊക്കെയാണ്. അപ്പം ഞാൻ ബൂസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ബൂസ്റ്റ് അതിലേക്ക് പാൽപ്പൊടി ഇട്ട് പിന്നെ വെള്ളം ഒഴിക്കുക. പാലൊന്നുമില്ല, പാൽ ഞങ്ങൾ വൈകുന്നേരമേ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്ലാസിൻ്റെ കണ്ടോ അര ഭാഗമൊക്കെ ഉണ്ടെങ്കിലും ആ പൊടികളുണ്ടാവും. രണ്ടും കൂടെ മിക്സ്ഡ് ചെയ്തിട്ട് ഇപ്പം ഞാൻ പിന്നെ എന്തായത് അതിന് കുറച്ചൊക്കെ തിന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമാണ് ഈ ബൂസ്റ്റും പാൽപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം ഞാൻ ഇപ്പം അവിടെ ഒക്കെ ഒന്ന് നന്നാക്കട്ടെ. ഇത് ഞങ്ങൾ അടുക്കളയിൽ നിന്ന് കയറി വരുന്ന ആ ഭാഗമാണ്. കാരണം ഈ ചവിട്ടിൻ്റെ ഇപ്പുറത്താണ് ഗിൽസ് ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇതൊക്കെ ഉള്ളത്. ഞാൻ ഒരു വീഡിയോയിൽ എൻ്റെ വീട് മൊത്തം ഞാൻ കാണിക്കാം, മുകളിലും താഴെയും പുറത്തൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ റൂമിലേക്ക് പോയി ഞാൻ കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് ബെഡ്ഷീറ്റൊക്കെ നന്നാക്കിയൊക്കെ വെക്കണം. ഞാൻ മാത്രമേ ഇപ്പോൾ കട്ടിന്മേൽ കിടക്കുള്ളൂ. ഇതിലൊക്കെ നിലത്താണ് കിടക്കൽ, ചൂടുണ്ട്. എനിക്ക് പിന്നെ പുതപ്പ് വേണം ഏത് സമയത്തായാലും. അപ്പോൾ ഞാൻ ഇതൊക്കെ തുറന്ന് വെച്ചോ. ഇത് ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേന് അടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഇത് തുറന്ന് വെച്ച് ഇനി മറ്റേ കർട്ടനും ഒന്ന് പൊന്തിക്കണം. ഇനി ഇതാ ഞാൻ ബെഡ്ഷീറ്റൊക്കെ നന്നാക്കുകയാണ്. ഞാൻ രാത്രി എയർ ബെൻഡ് ഇട്ടിട്ട് കിടന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ അവിടെയൊക്കെ കിടക്കുമ്പോൾ കഴിച്ച ചേനെ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മദ്രസൊക്കെ തുറന്ന ഇതിലേക്കൂല്ലേ. ആരൊക്കെ മദ്രസയിലൊക്കെ പോവലുണ്ട്. ഇപ്രാവശ്യം മദ്രസ തുറന്നേരം ആരൊക്കെ ലീവാക്കി എന്നുള്ള കമൻറ്റ് ചെയ്യുക. ഞാൻ പറയാം. ഞാൻ 2 ദിവസം ഞാൻ ലീവാക്കി. ആകെ 4 ദിവസമായിട്ടുള്ളൂ മദ്രസ തുറന്നു. ഞാൻ 2 ദിവസം ഞാൻ ലീവാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാരണങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ കഴിഞ്ഞേരെ പുറമൊക്കെ ഒന്ന് കാണിച്ചു. ഇവിടെ അമ്മായി ഉണ്ട്, ഞാൻ പറഞ്ഞില്ല ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന്. പോലും ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞാൽ ഇതിലൊരു വിറ്റുണ്ട് കേട്ടോ ഗൈസ്. ഈ അരി അല്ല എടുക്കേണ്ടത്. ഉസ്താദ്മാർക്ക് ഈ വിരുന്നാരൊക്കെ വരുമ്പോൾ നല്ല അരിയാണ് നമ്മൾ വെച്ചാൽ. നല്ല അരി എന്ന് വെച്ചാൽ നല്ല വെള്ള അങ്ങനെയൊക്കെയുള്ള നല്ല അരിയാണ് നമ്മൾ വെക്കൽ. അങ്ങനെ ഉമ്മ എന്നോട് ഉമ്മ പറഞ്ഞ് 2 ഗ്ലാസ് എടുക്കാൻ. അങ്ങനെ ഞാൻ ഞങ്ങൾ സാധാരണ വെക്കുന്ന എടുത്തു. അതാണ് ഉമ്മ വന്ന് പറഞ്ഞത്. ഇതല്ല വെക്കൽ, ഞാൻ എന്നോട് പറഞ്ഞില്ല മറ്റേതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നന്നായിക്കോട്ടെ. അതാണ് എൻ്റെ മുഖമൊക്കെ അങ്ങനെ കേട്ടോ. അങ്ങനെ ഞാൻ വേറെ ഒരു പാത്രമുണ്ട്. അങ്ങനെ അതിലേക്ക് ഇനി ഈ പാത്രത്തിലത്തെ നല്ല അരിയാണ്, ഒരു ഉണ്ടരിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരിയാണ്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളതെന്നല്ല, കുറച്ചൊക്കെ ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരി എന്ന് ഈ ഒട്ടാത്ത അരി ഉണ്ടാവില്ലേ, നമ്മൾ സദ്യയിലൊക്കെ ഉണ്ടാവുന്നത്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അരി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ എനിക്ക് ഇനി ഞാൻ കുറച്ച് വീഡിയോസിലായിട്ട് ഒരു 10 വീഡിയോസിൽ തന്നെയാലും മിനിമം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് ചോദിക്കും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ അറിയാനൊരു ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നാണ് കമൻറ്റ് ചെയ്യുക. എനിക്കൊരു ആഗ്രഹം കൊണ്ടാട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറയണത്, നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഞാൻ പിന്നെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അരിയൊക്കെ കഴുകി. അങ്ങനെ അരി ദമ്മ പറഞ്ഞ് 4 വട്ടം കഴുകണം. അതത്ര ചളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അരി
അപ്പോൾ ഞാൻ 4 വട്ടമൊക്കെ കഴുകി. പിന്നെ ലാസ്റ്റത്തെ ഒരു വട്ടം ഉമ്മയിട്ട കഴുകി. എന്താ വെച്ചാൽ എൻ്റെ നിന്നൊക്കെ അരി വീണു പോവുക. എനിക്കങ്ങനെ മെത്തിയേക്ക് അരി കഴുകിയിട്ട് അത്ര തയക്കല്ല. ഞാൻ 2 വീഡിയോസിലായിട്ട് അരി കഴുകണം ഇതൊന്ന് വിട്ടുള്ളൂ, ഒന്ന് ഗൾഫിലും ഒന്ന് ഇവിടെയും. കാരണം എനിക്ക് അതിങ്ങനായിട്ട് അരി കഴുകി ഞാൻ തയക്കല്ല. ഇങ്ങനെ ചോറിലേക്ക് അരി ഇടുക അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അത് അരി കഴുകി എനിക്ക് അത്ര തയക്കല. ഞാൻ ഇപ്പോൾ ഇതാ കുറച്ച് താഴോട്ടേക്ക് ആക്കിയതിൽ എൻ്റെ മുഖത്തേക്കൊക്കെ വെള്ളമായി. എനിക്ക് പിന്നെ എന്താ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു പോകണ്ട, എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് ഇത്ര ഇതായിട്ട് മനസ്സിലായില്ല. അങ്ങനെ അമ്മ കറിയൊക്കെ വെക്കണം. ഇന്നമ്മ ചക്കക്കുരുവും പരിപ്പിട്ട കറി, ചക്കക്കുരു അങ്ങനെ പരിപ്പിട്ട കറി വെച്ചു. പിന്നെ അതേമാതിരി മീൻ പൊരിച്ച്, കൊത്തൻ ചക്ക ഉപ്പേരി, അങ്ങനെ എന്തൊക്കെ കുസ്താക്ക് ഇഷ്ടമുള്ളതാണ് വെച്ച്. കൊല്ലത്തിൽ ഒരു വട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നല്ല ഇതിലൊക്കെ വെച്ച്. അപ്പോൾ ഞാൻ ഇപ്പോൾ താഴത്തെ വീട്ടിൽ പോയിട്ട് കരിവേപ്പില പറിച്ചുകൊണ്ടുവരികയാണ്. ഇത് ഞങ്ങളെ കിണറാട്ടോ, ഇടിഞ്ഞ് വീഴാനാണ്. ഇത് തറവാട്, ഇത് ഞങ്ങളെ വീടുമാണ്. അത്രക്കും എടുത്തണം. ഒരു പുതിയ വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ.